മഴതോരും മുമ്പേ സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ ആണ് പറയുന്നത്. ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അലീനയുടെ വിശേഷങ്ങളെല്ലാം അറിയാനും വേണ്ടി മനുശങ്കർ അലീനയ്ക്ക് വിളിക്കുന്നുണ്ട്. ആ സമയത്ത് മനുശങ്കർ വീട്ടിലായിരിക്കും. മനുശങ്കർ അലീനയ്ക്ക് വിളിക്കുകയാണ്. ആ സമയത്ത് അലീന മനുവേട്ടനാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ എടുക്കുകയാണ്. അങ്ങനെ ഫോൺ എടുത്തതിന് ശേഷം മനുശങ്കർ അലീനയോട് ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയാണ് നിൻ്റെ അവിടുത്തെ വിശേഷങ്ങൾ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് അലീന പറയും, ഇവിടെ നല്ല വിശേഷങ്ങളാണെന്ന് പറയുകയാണ്. ആ സമയത്താണ് മനുശങ്കറിൻ്റെ അടുത്തോട്ടേക്ക് കമല വരുന്നത്. കമല മനുശങ്കർ ഫോൺ വിളിക്കുന്നത് ഇങ്ങനെ മുറിയുടെ പുറത്ത് നിന്ന് കേൾക്കുകയാണ്. ഇവൻ ആർക്കാണ് ഇത്രമാത്രം സംസാരിക്കുന്നത് എന്ന് വിചാരിച്ച് അത് ചെവി കോർത്ത് നിൽക്കുകയാണ് മുറിയുടെ പുറത്ത് കമല. മനുശങ്കർ അലീനയോട് പറയും, നീ പറയുക അവിടുത്തെ വിശേഷങ്ങൾ എങ്ങനെയുണ്ട്, അവിടെയുള്ള കാര്യങ്ങളൊക്കെ നീ പറയേ, നിനക്കല്ലേ വിശേഷങ്ങളെല്ലാം ഉള്ളതെന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്നുണ്ട് കമല. അപ്പോൾ അവൾക്കാണ് വിളിക്കുന്നത്. ഇവിടെ നിന്നും പോയിട്ടും അവൾക്ക് വിളിക്കൊന്നും ഒരു കുറവില്ല. എന്താണ് പറയുന്നതെന്ന് കേൾക്കാലോ എന്ന് വിചാരിച്ചുകൊണ്ട് കമല അവിടെ തന്നെ നിൽക്കുകയാണ്. പിന്നീട് അലീന പറയുന്നുണ്ട്, ഇവിടെയെല്ലാം നല്ല വിശേഷങ്ങളാണ്. ഇവിടെയുള്ള ജോലിക്കാരൊക്കെ പറഞ്ഞു വിട്ടു. കാരണം അവരിവിടെ പപ്പയെ പറ്റിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. ഒരു മീനൊക്കെ കൊണ്ടുവന്ന് വന്നാൽ അതിന് ഒരു 2 കിലോൻ്റെ മീനൊക്കെ കൊണ്ടുവന്നാൽ വെറും 1 കിലോ മാത്രമാണ് അവർ അതിൽ നിന്നും എടുക്കുന്നത്. അതുപോലെ പച്ചക്കറികളും പഴങ്ങളും എല്ലാം കൊണ്ടുവന്നാൽ അതിൽ നിന്നും പാതി മാത്രമേ എടുക്കുകയുള്ളൂ. ഒരു വരയോ കുത്തോ എന്തെങ്കിലും കണ്ടാൽ അതുപോലും അവരത് ഒഴിവാക്കുകയാണ്. ഇതെല്ലാം കണ്ട് എനിക്കതൊന്നും ഇഷ്ടപ്പെടാതെ ആയപ്പോൾ ഞാൻ ഇവിടെയുള്ള പൗലോസ് ചേട്ടനോട് അതിനെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. ചേട്ടനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ചേട്ടൻ ഇവിടെ നിന്ന് പോയി എന്ന് പറയുകയാണ്. ആ സമയത്ത് മനു പറയും അലീനയോട്, നീ അവിടെയുള്ളവരെയും വരച്ച വരയിൽ നിർത്തുകയാണ് അല്ലേ? അപ്പോൾ അലീന പറയും, തെറ്റ് കണ്ടാൽ ആരായാലും ഞാനത് പറയും, അത് എൻ്റെ പപ്പയാണെങ്കിൽ പോലും എന്ന് പറയുകയാണ്. ആ സമയത്ത് മനു ചോദിക്കും അലീനയോട്, എങ്ങനെയുണ്ട് നിൻ്റെ പപ്പയുടെ വിശേഷങ്ങൾ, അതൊക്കെ നീ പറ എന്ന് പറയുകയാണ്. അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് മുറിയുടെ പുറത്ത് നിൽക്കുകയാണ് കമല. പപ്പയോ? ഇനി അവിടെയുള്ള ആളുകളെയും കയ്യിലെടുത്തിട്ടുണ്ടാകും, അതല്ലേ അവൾ പപ്പ എന്നൊക്കെ വിളിക്കുന്നത് എന്ന് പറയുകയാണ്. ആ സമയത്ത് അലീന പറയും, പപ്പയ്ക്ക് കുറച്ച് മദ്യപാനം കൂടുതലാണ്, അതെല്ലാം ഇനി കുറക്കാൻ പറയണം എന്ന് പറയുകയാണ്. ആ സമയത്ത് മനു പറയും, നിൻ്റെ അടുത്താണല്ലോ നിൽക്കുന്നത്, അതൊക്കെ അവരെല്ലാവരും കുറച്ചോളും, നീ എല്ലാവരെയും മാറ്റിയെടുക്കാൻ നിനക്ക് കഴിവുണ്ടല്ലോ സ്നേഹിച്ചുകൊണ്ട് എന്ന് പറയുകയാണ്. പിന്നീട് അലീന പറയും, ഞാൻ ഇവിടെയുള്ള എസ്റ്റേറ്റുകളെല്ലാം പോയി, പപ്പയ്ക്ക് ഇവിടെ ഒരുപാട് എസ്റ്റേറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്, ഒരുപാട് ബിസിനസ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട് എന്ന് പറയുകയാണ്. പിന്നീട് മനു ചോദിക്കും അലീനയോട്, എന്തായി നിൻ്റെ പപ്പയുടെ ഭാര്യയും മക്കളൊക്കെ വന്നോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് അലീന പറയും, അവരൊന്നും വന്നിട്ടില്ല, അവരൊക്കെ വന്നാൽ ഇനി ഞാൻ നെടുമ്പുരക്കൽ വീട്ടിലുണ്ടായ അതുപോലെ തന്നെ ഇവിടെയും പ്രശ്നമുണ്ടാവുക എന്നാണ് എനിക്ക് പേടിയെന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്ന കമല, എന്ത് പപ്പയോ പപ്പയുടെ മക്കളോ ഭാര്യയോ എന്നൊക്കെയാണ് ഇവൻ പറയുന്നത്, ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്ന് കമല ഇങ്ങനെ ചിന്തിക്കുകയാണ്. പറയും, എല്ലാവരെയും സ്നേഹിക്കാൻ നിനക്ക് കഴിയുമല്ലോ എന്ന് പറയുകയാണ്. നിനക്ക് നിൻ്റെ അമ്മയുടെ സ്നേഹം കിട്ടില്ലെങ്കിലും നിൻ്റെ പപ്പയുടെ സ്നേഹം നന്നായിട്ട് കിട്ടുന്നുണ്ടല്ലോ, അതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്ന് പറയുകയാണ്. പിന്നീട് മനു പറയും, ഞാൻ നിന്നെ കാണാൻ അങ്ങോട്ടേക്ക് വരണ്ട് എന്ന് പറയുകയാണ്. ആ സമയത്ത് അലീന പറയും, പതുക്കെ വന്നാൽ മതി, പപ്പയെ ഒന്ന് തണുക്കട്ടെ, അല്ലെങ്കിൽ പപ്പയ്ക്ക് വലിയ ദേഷ്യമാണെന്ന് പറയുകയാണ്. ആ സമയത്ത് മനു പറയും, ഞാൻ വരണ്ട്, തന്നെ കാണാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല എന്ന് പറയുകയാണ്. അലീന പറയും, ആ പട്ടാളക്കാരൻ്റെ ദേഷ്യവും വാശിയും എല്ലാം ഉണ്ട്, എപ്പോഴും ഒരു പട്ടാള ക്യാമ്പിൽ ചെന്നതുപോലെയാണ് ഈ വീട്ടിൽ ഫീൽ ചെയ്യുന്നത്. ആ സമയത്ത് മനു പറയും, നിൻ്റെ പപ്പ പട്ടാളത്തിലായിരുന്നല്ലോ, കേണലല്ലേ, അതുകൊണ്ടാണ് എന്നൊക്കെ പറയുകയാണ്. ഇത് കേൾക്കുന്ന കമല, കേണലോ? അപ്പോൾ എന്താ പട്ടാളത്തിലാണോ അയാൾക്ക് ജോലി, അയാളുടെ അടുത്തോട്ടേക്കാണോ അവളെ കൊണ്ടാക്കിയിരിക്കുന്നത് എന്നൊക്കെയാണ് ചിന്തിക്കുകയാണ്. പിന്നീട് പെട്ടെന്നാണ് കമലയുടെ കയ്യിലുള്ള ചായയുടെ ഗ്ലാസ് തറയിലോട്ട് പെട്ടെന്ന് വീഴുന്നത്. ഈ ശബ്ദം കേട്ടുകൊണ്ട് മനു പുറത്തോട്ടേക്ക് നോക്കുന്നുണ്ട്. ആ സമയത്ത് മനു, ആരോ പുറത്ത് വന്നിട്ടുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യും. എന്നിട്ട് മനു പുറത്തോട്ടേക്ക് വരികയാണ്. എന്താ അമ്മേ, എന്താ ഞാൻ സംസാരിക്കുന്നത് എന്താ ഒളിച്ചിരുന്ന് കേൾക്കുകയായിരുന്നു അല്ലേ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് കമല പറയും, ഞാനതൊന്നുമില്ല, നിനക്ക് കോഫിയുമായിട്ട് വന്നതായിരുന്നു, ആ സമയത്താണ് നീ അവിടെ ഫോൺ ചെയ്യുന്നത് എന്ന് പറയുകയാണ്. ആണോ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് ഇപ്പം എന്തായി, കോഫി തറയിൽ പോയില്ലേ എന്ന് ചോദിക്കുകയാണ്.
അതൊക്കെ അവിടെ നിൽക്കട്ടെ, നീ ആരോടാണ് സംസാരിച്ചിരുന്നത് എന്ന് ചോദിക്കുകയാണ് മനുവിനോട്. ആ സമയത്ത് മനു പറയും, എനിക്ക് ഒരുപാട് ആൾക്കാർ വിളിക്കാനുണ്ട്, എല്ലാതും ഞാനിങ്ങനെ അമ്മയോട് പറയണം എന്നുണ്ടോ? ആ സമയത്ത് നീ ആരീനക്കാണോ വിളിച്ചിരുന്നത് എന്ന് ചോദിക്കുകയാണ്. ആർക്കാണെങ്കിലും അമ്മയ്ക്ക് എന്താ, എന്നോട് ചോദിച്ചതിന് മറുപടി പറഞ്ഞാൽ മതി, പണ്ടേ നീ പറഞ്ഞതിന് തട്ടുത്തരാണല്ലോ പറയാറ് ചോദിക്കുകയാണ്. അവൾ അവിടെയുള്ളവരെയും കയ്യിലെടുത്തു എന്ന് തോന്നുന്നു, അവൾ പപ്പ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ആ സമയത്ത് മനു പറയും, അവളുടെ പപ്പയെ പിന്നെ പപ്പ എന്നല്ലാതെ വേറെന്താ വിളിക്കുക? എന്തോ പട്ടാളത്തിലാണ് അവളുടെ പപ്പയ്ക്ക് ജോലി എന്നൊക്കെയാണല്ലോ നീ പറയുന്നത് കേട്ടത്. അമ്മയ്ക്കിപ്പോൾ എന്താ വേണ്ടത്? അവളെ എവിടെയാണ് എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടത്. വൈജാൻ്റിക്കും അമ്മയ്ക്കും അല്ലായിരുന്നു അവളെ ഇവിടെ നിന്നും മാട്ടി ഓടിക്കാഞ്ഞിട്ട് വലിയ പ്രശ്നം. ഇപ്പോൾ പോയടുത്ത് തന്നെ അവൾ നിന്നോട്ടെ, അമ്മയ്ക്ക് ഒരു പ്രശ്നവും ഇല്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അമ്മ ഇപ്പോൾ ഇവിടെ നിന്ന് പോ എന്ന് പറയുകയാണ്. അങ്ങനെ കമല അവിടെ നിന്നും പോകുന്നുണ്ട്. അങ്ങനെ ഫോൺ എടുത്ത് വൈജയ്ക്ക് വിളിക്കുകയാണ്. അങ്ങനെ വൈജയോട് പറയുന്നുണ്ട്, അവളുടെ പപ്പയുടെ അടുത്താണ് ആ അലീനയില്ലേ, മനു അവളോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു എന്ന് പറയുകയാണ്. അവളുടെ പപ്പയോ? അവൾ അനാഥാലയത്തിൽ വളർന്നവളല്ലേ, പിന്നെ എങ്ങനെ അവൾക്ക് പപ്പയുണ്ടാവുക? അതൊന്നും എനിക്കറിയില്ല. മനുവിനോട് അവൾ പറയുന്നത് ഞാൻ കേട്ടതാ, അവൾക്ക് പപ്പയുണ്ട്, പപ്പയുടെ വീട്ടുകാരൊന്നും അറിഞ്ഞിട്ടില്ല, അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. നീ കൂടുതലൊന്ന് അന്വേഷിക്കാൻ നോക്ക്, നീ ബാലചന്ദ്രനോട് ചോദിക്കുക അവളെ എവിടെ കൊണ്ടാക്കിയിരിക്കുന്നത് എന്ന്. അപ്പോൾ വൈജ പറയും, ആ ശല്യം പോയല്ലോ, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കാൻ എനിക്ക് വയ്യ പറയുകയാണ്. എന്നാലും നിൻ്റെ വീട്ടിലുള്ള സ്വർണവും എല്ലാം കൊണ്ടല്ലേ അവൾ പോയത് എന്ന് പറയുകയാണ്. ഏതോ പട്ടാളക്കാരൻ്റെ മകളൊക്കെയാണെന്നാണ് പറയുന്നത് കേൾക്കുന്നത്. അപ്പോൾ അവളുടെ അടുത്ത് അത്യാവശ്യം പണമൊക്കെ ഉണ്ടാവുമല്ലോ, അവൾ കള്ളത്തരം പറഞ്ഞ് ഈ വീട്ടിൽ വന്നുകൂടി നമ്മളുടെ കുടുംബജീവിതം നശിപ്പിക്കാൻ നോക്കിയതാണെന്ന് തോന്നുന്നു. എൻ്റെ മകനെ ജയിലിൽ കയറിയത് അവൾ ഒറ്റൊരുത്തി കാരണം എന്നൊക്കെ പറയുകയാണ്. ഇതാണ് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ.